മുറിച്ചു കിട്ടുന്ന ഈ തൈകൾ മറ്റൊരിടത്ത് നട്ടുപിടിപ്പിക്കാൻ സാധിക്കും. മധ്യഭാഗവും ഇങ്ങനെ മുറിച്ചെടുത്ത് ചരിച്ചു കിടത്തി മുളപ്പിച്ചെടുക്കാം. ശേഷിച്ച തണ്ടിൽ നിന്ന് മുളകൾ വീണ്ടും വന്നുകൊള്ളും. ഒരു മാതൃചെടിയിൽ നിന്ന് 3 തൈകൾ ഇപ്രകാരം ഉണ്ടാക്കിയെടുക്കാം. ഏറ്റവും അധികം ഉൽപാദന ചെലവ് വരുന്ന തൈകൾ ഇപ്രകാരം ഉണ്ടാക്കിയെടുത്താൽ കൃഷി ലാഭകരമാകുന്നു. ഗ്രീൻ ഹൗസുകളിലാണ് ആന്തൂറിയം മികച്ച വളർച്ച പ്രാപിക്കുന്നത്. വശങ്ങളിലും മുകളിലും പച്ചത്തണൽ വിരിക്കുകയാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. ഉയർന്ന ഇനം GI പൈപ്പോ കോൺക്രീറ്റ് കാലുകളോ തൂണിനായി ഉപയോഗിക്കാം. മുകളിലെ കഴുക്കോലുകൾക്ക് GI പൈപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. 75% തണൽ ലഭിക്കത്തക്ക രീതിയിലുള്ള മികച്ച മേൽവിരികൾ ഉപയോഗിച്ചാണ് ഗ്രീൻ ഹൗസിൻ്റെ പണി തീർക്കുന്നത്. അന്തരീക്ഷത്തിലെ താപനിലയും തണലും ഒരേപോലെ നിയന്ത്രിക്കുവാൻ ഇത്തരം ഷെഡുകൾക്ക് സാധിക്കുന്നു. ഇവിടെയുണ്ടാകുന്ന പൂക്കൾ നിറം മങ്ങാതെ വളരെ നാൾ നിലനിൽക്കുന്നു. ആന്തൂറിയം ചെടികളുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തിലും അടിവളങ്ങൾ പ്രയോഗിക്കാറില്ല. വേരുകൾക്ക് ജൈവവളങ്ങൾ നൽകിയാൽ അവ ഓട് കഷ്ണങ്ങൾക്കിടയിലൂടെ അരിച്ചിറങ്ങി അഴുകി ഫംഗസ് രോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിച്ചേക്കാം. അതിനാൽ ഇല വഴിയുള്ള വളപ്രയോഗമാണ് ടോമി അവലംബിച്ചു വരുന്നത്. ആന്തൂറിയം ചെടികളുടെ ഏക ആഹാരവും ഈ വളങ്ങൾ തന്നെ. 4-5 ഇലകൾ മാത്രമേ ചെടിയിൽ നിർത്താറുള്ളൂ. ഈ ഇലകളിലേക്ക് വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. ഇതിനായി ഓരോ സീസണിലും വളങ്ങളും അവയുടെ അനുപാതങ്ങളും ടോമി സ്വയം ക്രമീകരിച്ചിരിക്കുന്നു. ഒരു പ്രത്യേക ടൈം ടേബിൾ തന്നെ ഇതിനായി ഇദ്ദേഹം തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. വേനൽക്കാലത്ത് ചാണകവെള്ളം അരിച്ചെടുത്ത് സ്പ്രേ ചെയ്യുകയാണ് പതിവ്. ഉത്തമ വളർച്ചാ സഹായിയാണ് ചാണകം. ഗോമൂത്രവും ഇപ്രകാരം വളമായി കൊടുക്കാവുന്നതാണ്. 20 ലിറ്റർ വെള്ളത്തിൽ 1 ലിറ്റർ എന്ന അനുപാതത്തിലാണ് ഗോമൂത്രം നേർപ്പിച്ചെടുക്കേണ്ടത്. മഴക്കാലത്ത് ജൈവ വളപ്രയോഗം ചെയ്യാറില്ല. പകരം 17-17 കോംപ്ലക്സ് 1 ലിറ്റർ വെള്ളത്തിൽ 3 ഗ്രാം എന്ന തോതിൽ കലക്കി അടിക്കുന്നു. അക്കോമിൻ എന്ന വളർച്ചാ സഹായിയും ഉപയോഗിക്കാം. ഒരു നല്ല കീടനാശിനി കൂടിയാണ് അക്കോമിൻ. മഴവെള്ളത്തിൽ ഒലിച്ചു പോകാതിരിക്കുവാനായി സാൻഡോവിറ്റ് പോലുള്ള സ്റ്റിക്കിംഗ് ഏജന്റുകളും ഉപയോഗിക്കാവുന്നതാണ്. ആഴ്ചയിൽ 2 തവണയാണ് ഇപ്രകാരം ഭക്ഷണം നൽകേണ്ടത്. വളരെയധികം രോഗകീടബാധകളാൽ ക്ഷയിച്ചു പോകുന്ന സസ്യമാണ് ആന്തൂറിയം. അതുകൊണ്ട് തന്നെ അളവിൽ കവിഞ്ഞ പരിരക്ഷയും ഇവയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇലയും പൂവുമൊക്കെ കാർന്നു തിന്ന് നശിപ്പിക്കുന്ന രോമൻ പുഴുക്കൾ ഇവയുടെ മുഖ്യ ശത്രുഗണത്തിൽപ്പെടും. ഒപ്പം ഫംഗസ് രോഗങ്ങളും കണ്ടുവരുന്നു. ഇലയെ ആക്രമിച്ച് മഞ്ഞ നിറമാക്കി കരിച്ചു കളയുന്ന രോഗമാണിത്. മണ്ടരി രോഗവും കണ്ടുവരുന്നുണ്ട്. രോഗങ്ങൾ വന്ന ഇലകൾ കത്തിരിച്ചു മാറ്റുകയാണ് വേണ്ടത്. കീടങ്ങളെ തുരത്തുവാൻ കീടനാശിനി പ്രയോഗവുമാകാം. ബാവസ്റ്റിൻ പോലെയുള്ള കീടനാശിനികൾ നന്നായി നേർപ്പിച്ച് അടിക്കുന്നത് വഴി ഈ രോഗങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസമുണ്ടാവും. ദിവസേന 3 തവണയെങ്കിലും ചെടികൾ നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. വെള്ളത്തിൻ്റെ ലഭ്യത കുറഞ്ഞാൽ വേരുകൾ ഉണങ്ങിപ്പോകും. ഇതിനായി മിസ്റ്റ് ഇറിഗേഷൻ സംവിധാനമാണ് ടോമിയുടെ തോട്ടത്തിലുള്ളത്. മഞ്ഞുപോലെ പറന്നിറങ്ങുന്ന ഈ ജീവജല പ്രവാഹം ചെടികളുടെ എല്ലാ ഭാഗത്തെയും ഒരുപോലെ നനയുവാൻ സഹായിക്കുന്നു. മഴക്കാലത്ത് പ്രത്യേകം നനച്ചു കൊടുക്കേണ്ടതായി വരുന്നില്ല. നമ്മളുടെ ഈ രീതിയിലേക്ക് വരുമ്പോൾ മിസ്റ്റാണ് കൂടുതൽ നല്ലത്. അതിനൊരു കാരണം, നമുക്ക് മിസ്റ്റ് വരുമ്പോൾ വളരെ നല്ല ഹ്യൂമിഡിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം വരുള്ളൂ. ആവശ്യത്തിൽ കൂടുതൽ വെള്ളം നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ അതിനകത്തുള്ള ഒരു ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഈ സ്പ്രിംഗ്ലറിൽ വരുന്ന ഈ ഡ്രോപ്സ് പൂവിന് കേടുവരാൻ സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ വളരെ മിസ്റ്റ് ആയതുകൊണ്ട് വളരെ നല്ല എഫക്റ്റ് ചെടിക്ക്, ഒരു നാച്ചുറൽ എഫക്റ്റ് ചെടിക്ക് കിട്ടും. തൈകൾക്ക് 3 മാസം പ്രായമായാൽ പൂവിട്ട് തുടങ്ങും. കൂർത്ത മുട്ടുകളാണ് ആദ്യം വരുന്നത്. ക്രമേണ മടങ്ങിയിരിക്കുന്ന ഈ മുട്ടുകൾ വിടർന്ന് നല്ല ചുവപ്പ് നിറമുള്ള പൂക്കളായി മാറുന്നു. പൂക്കൾക്കു നടുവിലെ തിരിയുടെ നിറവ്യത്യാസത്താൽ ഇവയുടെ മൂപ്പ് അറിയുവാൻ സാധിക്കും. തിരികളിൽ മഞ്ഞയും വെളുപ്പും നിറങ്ങൾ ഏതാണ്ട്
പപ്പാതിയായി കഴിഞ്ഞാൽ വിളവെടുക്കാൻ പരുവമായി എന്ന് അനുമാനിക്കാം. ഇക്കാലത്തിൽ പൂവിൻ്റെ തണ്ടിന് നല്ല കട്ടിയുണ്ടാവും. ഏറ്റവും അടിചേർത്ത് വേണം പൂക്കൾ മുറിച്ചെടുക്കേണ്ടത്. പൂക്കളുടെ രൂപഭംഗിയും തണ്ടിന് നീളവും അനുസരിച്ചാണ് ഇവയ്ക്ക് വില ലഭിക്കുക. തണ്ടിന് എത്ര നീളമുണ്ടോ അത്രയും നന്ന്. അന്തരീക്ഷത്തിലെ ചൂട് കുറഞ്ഞു നിൽക്കുന്ന വെളുപ്പാൻ കാലത്തോ വൈകുന്നേരങ്ങളിലോ വേണം പൂക്കൾ മുറിക്കേണ്ടത്. അന്നന്നത്തെ വിൽപ്പനയ്ക്കുള്ള പൂവുകൾ അന്നന്ന് പറിച്ചെടുക്കുകയാണ് ഉചിതം. ഇങ്ങനെ മുറിക്കുമ്പോൾ മറ്റു തണ്ടുകൾക്ക് മുറിവേൽക്കാതെ സൂക്ഷിക്കുകയും വേണം. മുറിച്ചു കഴിഞ്ഞാലുടൻ മുറിഭാഗം വെള്ളത്തിൽ മുക്കി വയ്ക്കണം. ഇപ്രകാരം ശരിയായ വിധം സംരക്ഷിക്കപ്പെട്ട പൂക്കൾ 2 ആഴ്ച വരെ ഉണർവ് നഷ്ടപ്പെടാതെ ഇരിക്കുന്നു. ആകെ ചെടികളുടെ 10% പൂക്കളാണ് ഓരോ വിളവെടുപ്പിലും ലഭിക്കുന്നത്. 10,000 ചെടികളിൽ നിന്ന് ടോമിക്ക് ലഭിക്കുന്നത് 1000 പൂക്കളാണ്. 10,000 പ്ലാന്റുകളും ഉള്ളതിൽ എല്ലാം തന്നെ ട്രോപ്പിക്കൽ റെഡ് എന്ന ഇനമാണ്. അത് നമുക്ക് മാർക്കറ്റിൽ വളരെ ഡിമാൻഡുള്ള ഒരു ഇനമാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഫ്ലവറിനുള്ള സെൽഫ് ലൈഫ് അത് വളരെ കൂടുതലാണ്. നമ്മുടെ ഈ ഫ്ലവർ മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ദിവസങ്ങളോളം തന്നെ അതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ ഇരിക്കും. അതാണ് ഇതിനകത്തുള്ള ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഈ പ്ലാന്റിനെ സംബന്ധിച്ചുള്ള ഒരു ഗുണം, പ്ലാന്റ് നമ്മുടെ ഈ കാലാവസ്ഥയിൽ വളരെ റെസിസ്റ്റൻസ് ഉള്ള പ്ലാന്റാണ്. കേടുകൾ പൊതുവെ കുറവാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാന്റ് ആയതുകൊണ്ടാണ് ഞാൻ മറ്റ് ഇനങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഈ ഇനം തന്നെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളൊരു കാരണം.